നമസ്കാരം, വെൽക്കം ടു ഔട്ട്സ്പോക്കൺ. ആദ്യ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, മോശം സിനിമകളുടെ റോസ്റ്റിംഗ് മാത്രമല്ല മികച്ച സിനിമകളുടെ റെക്കമെൻഡേഷനും ഈ ചാനലിൽ ഉണ്ടാകുമെന്ന്. മികച്ച സിനിമ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഹോളിവുഡോ സ്പാനിഷോ കൊറിയൻ സിനിമകളോ ഒക്കെ ആയിരിക്കും. പക്ഷേ നല്ലത് കാണാൻ വേണ്ടി നാടുവിടേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മലയാളത്തിലുമുണ്ട് തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമകൾ. അതിന് കുറച്ച് പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് പോകണമെന്ന് മാത്രം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലേക്ക്. ലൈംഗികത എന്നും ഒരുപാട് ചർച്ചകൾക്ക് വഴിതെളിയിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ന്യൂ ജനറേഷൻ സിനിമയിലെ ബോൾഡായ നായികയുടെ സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന ഒരൊറ്റ ഡയലോഗ് മലയാളത്തിലെ പ്രേക്ഷകർക്കിടയിൽ ഒരുപാട് ചർച്ചകൾക്ക് കാരണമായി. എന്നാൽ അതിനേക്കാളൊക്കെ പല മടങ്ങ് ബോൾഡായ കഥയും കഥാപാത്രങ്ങളും കഥാനായികയും നമുക്കുണ്ടായിരുന്നു 47 വർഷങ്ങൾക്ക് മുൻപേ തന്നെ. അതാണ് കാപാലിക. നാടകാചാര്യനായിരുന്ന ശ്രീ NN പിള്ളയുടെ പ്രശസ്തമായ നാടകത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ക്രോസ് ബെൽറ്റ് മണി സംവിധാനം ചെയ്ത കാപാലിക. ഒരേ ദിവസം പല കഥാപാത്രങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇന്നത്തെ ന്യൂ ജനറേഷൻ സിനിമയുടെ ഇതിവൃത്തം. അങ്ങനെയെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ന്യൂ ജനറേഷൻ സിനിമയാണ് 1973 പുറത്തിറങ്ങിയ കാപാലിക. ഒരു വ്യഭിചാരശാലയിൽ ഒരേ രാത്രിയിൽ വന്നു പോകുന്ന പല കഥാപാത്രങ്ങൾ, അവർ പരസ്പരം ഒരു ചങ്ങലയിലെ കണ്ണി പോലെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഇനി കഥയിലേക്ക്. ബോംബെയിലെ പ്രശസ്തമായ ഒരു വ്യഭിചാരശാലയുടെ നടത്തിപ്പുകാരിയാണ് ഷീല അവതരിപ്പിക്കുന്ന കാപാലിക എന്ന കഥാപാത്രം. വ്യഭിചാരശാല എന്ന് പറയുമ്പോൾ സാധാരണ സിനിമയിൽ കാണിക്കുന്ന പോലത്തെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അല്ല. ഫ്രണ്ട് ഓഫീസും റിസപ്ഷനും സെക്യൂരിറ്റിക്കായി വയർലെസ് സിസ്റ്റവും എമർജൻസി അലാറവും ബോഡി ഗാർഡും അടക്കം ഒരു പക്ക കോർപ്പറേറ്റ് ലെവൽ പ്രസ്ഥാനം തന്നെയാണ്. ആദ്യ രംഗത്തിൽ തന്നെ താൻ വസ്ത്രം മാറുന്നത് ഒളിഞ്ഞു നോക്കുന്ന വേലക്കാരനെ വീണ്ടും വിളിച്ചു വരുത്തി അയാൾക്ക് കാണാൻ പാകത്തിന് നിന്നു കൊടുക്കുന്ന കാപാലിക അതുവരെ ഉണ്ടായിരുന്ന സ്ഥിരം സ്ത്രീ സങ്കല്പങ്ങളും ചട്ടക്കൂടുകളും തുടക്കത്തിലെ തന്നെ പൊളിച്ചെഴുതുകയാണ്. ആ വ്യഭിചാരശാലയിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഗോവിന്ദൻകുട്ടി അവതരിപ്പിക്കുന്ന AG നമ്പ്യാർ എന്ന കഥാപാത്രമാണ്. ഒരു ബിസിനസ് ഡീൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി തന്റെ മുതലാളിക്കായി ഒരു സ്ത്രീയെ അന്വേഷിച്ചാണ് അയാൾ അവിടെ എത്തുന്നത്. തന്റെ വേശ്യാലയത്തിലെ ജീവനക്കാരിയായ ഒരു പെണ്ണിനെ 500 രൂപ പ്രതിഫലത്തിൽ കാപാലിക ആ ദൗത്യം ഏൽപ്പിക്കുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം സന്തോഷവാനായ മുതലാളി ഈ പെണ്ണിനെ നമ്പ്യാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോഴാണ് അയാൾ അറിയുന്നത് അത് സ്വന്തം ഭാര്യ തന്നെയായിരുന്നു എന്ന്. വാളെടുത്തവൻ വാളാൽ എന്ന പഴമൊഴിയുടെ ഒരു പ്രാക്ടിക്കൽ ഉദാഹരണമായിരുന്നു ആ രംഗം. തുടർന്ന് അവിടെ എത്തുന്നത് ഉമ്മർ അവതരിപ്പിക്കുന്ന നായർ എന്ന കഥാപാത്രമാണ്. ദീർഘകാലം കാപാലികയുടെ സ്ഥിരം കസ്റ്റമറായിരുന്നു നായർ. സ്വന്തം വിവാഹം പ്രമാണിച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം. എന്നാൽ തന്റെ ലെഡ്ജറിലെ കണക്കനുസരിച്ച് 25,000 രൂപ കൂടി ഇങ്ങോട്ട് തന്നാലേ ഈ മുറിവിട്ട് പുറത്തിറങ്ങാനാകൂ എന്ന് കാപാലിക പറയുമ്പോൾ നായർ പുലിവാലി പിടിക്കുകയാണ്. മിസ്റ്റർ നായരുടെ കണക്കിൽ ഇൻകം ടാക്സും സെയിൽ ടാക്സും കൂട്ടി എഴുതിയിട്ടില്ലേ? ഇൻകം ടാക്സോ? വ്യഭിചാരത്തിനോ? വ്യഭിചാര തുകയ്ക്ക് പുറമെ സെയിൽസ് ടാക്സും ഇൻകം ടാക്സും കൂടി ഈടാക്കുന്നത് വഴി രാഷ്ട്ര പുരോഗതിയിലും പങ്കാളിയാവുകയാണ് കാപാലിക. ആ രാത്രിയിൽ തുടർന്ന് അവിടെ എത്തുന്ന മറ്റു കഥാപാത്രങ്ങൾ എങ്ങനെ അറിഞ്ഞോ അറിയാതെയോ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് സിനിമ പുരോഗമിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. കുറിക്ക് കൊള്ളുന്ന ചാട്ടുള്ളി പോലെ ഇന്നും കാലിക പ്രസക്തിയുള്ള ഡയലോഗുകളാണ് ഈ സിനിമയുടെ മുഖമുദ്ര. കാപാലികയിൽ നിന്നും സംഭാവന വാങ്ങുന്ന പള്ളിയിലച്ഛൻ അവരൊരു വേശ്യയാണെന്നറിയുമ്പോൾ മുഖം ചുള്ളിക്കുന്നു. അച്ഛന് പട്ടം തന്നതും തൻ്റെ അരക്കെട്ടഴിച്ചതും ഒരേ സമൂഹമാണ് എന്ന ഡയലോഗൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളുള്ളതാണ്. എടുത്തു പറയേണ്ടത് ഈ സിനിമയിലെ വ്യത്യസ്തമായ കാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. ഗോഡ്ഫാദറിലും നാടോടിയിലുമെല്ലാം പരുക്കൻ റോളുകൾ ചെയ്തിരുന്ന ശ്രീ NN പിള്ള ഈ സിനിമയിൽ ഹാസ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കാപാലികയുടെ അച്ഛന്റെ വേഷം ചെയ്തിരിക്കുന്നു. പൊതുവെ വില്ലൻ വേഷങ്ങൾ ചെയ്തു വന്നിരുന്ന ജോസ് പ്രകാശിന് ഈ സിനിമയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതേപോലെ തന്നെ സാധാരണ ഹാസ്യവേഷങ്ങളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന അടൂർ ഭാസി ഈ സിനിമയിൽ ഒരു നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടർ ചെയ്തതും പുതുമയായിരുന്നു. മലയാളത്തിൽ ഒട്ടനവധി ശക്തമായ കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച ശ്രീ വിജയരാഘവന്റെ ആദ്യത്തെ സിനിമയാണ് കാപാലിക. വ്യഭിചാരശാലയിലെത്തുന്ന ഒരു ഹിപ്പിയുടെ വേഷത്തിലാണ് വിജയരാഘവൻ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇന്നാണ് ഈ സിനിമ റിലീസായിരുന്നതെങ്കിൽ ഈ ചിത്രം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു സംഘടനകളോ ക്രിസ്ത്യൻ സംഘടനകളോ തീർച്ചയായും പ്രക്ഷോഭം നടത്തിയേനെ. ടൈറ്റിൽ തെളിയുമ്പോൾ കാണിക്കുന്ന ബുദ്ധപ്രതിമയോടൊപ്പമുള്ള നൃത്തവും
പള്ളി പണിയാനായി വേശ്യയുടെ കയ്യിൽ നിന്നും സംഭാവന സ്വീകരിക്കുന്ന പള്ളിയിലച്ചനെയും റേപ്പിസ്റ്റായ കപട സന്യാസിയെയും ഒന്നും സഹിഷ്ണുത തീരെയില്ലാത്ത ഇന്നത്തെ സമൂഹത്തിന് ദഹിച്ചെന്ന് വരില്ല. കോടതി കയറിയിറങ്ങാൻ അത് തന്നെ ധാരാളം. 1973 സമൂഹം പകൽ വെളിച്ചത്തിൽ ചർച്ച ചെയ്യാൻ മടിച്ചിരുന്ന ലൈംഗിക തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ച് സിനിമയെടുത്ത ക്രോസ് ബെൽറ്റ് മണി എന്ന ഈ സംവിധായകനെയും സത്യൻ, നസീർ എന്നിവരുടെ കൂടെ പരിശുദ്ധയായ നായികാവേഷങ്ങൾ ചെയ്യുമ്പോഴും അതിനെല്ലാം തികച്ചും വിപരീതമായി പകയും കുടിലതയും നിറഞ്ഞ കാപാലിക എന്ന വേഷം ചെയ്യാൻ കാണിച്ച ഷീലയുടെ ധൈര്യത്തിനെയും അഭിനന്ദിക്കാതിരിക്കാനാവില്ല. ഈ സിനിമ നിങ്ങൾ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. സിനിമയുടെ യൂട്യൂബ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. മനസ്സിൽ വെച്ചോ തിരുമേനി, I am outspoken.